നമ്മളിന്ന് വന്നിരിക്കുന്നത് കാക്കനാടിനും കളമശ്ശേരിക്കും വളരെ അടുത്തായിട്ട് തേവക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നുള്ളത്. നല്ലൊരു വില്ല പ്രോജക്റ്റിനകത്ത് 4 സെൻറ്റ് ഭൂമിയിൽ 1750 സ്ക്വയർ ഫീറ്റിൻ്റെ 3+ സ്റ്റഡിയാണ്. മാത്രമല്ല ഇവിടെ നമുക്ക് വിദ്യോദയ സ്കൂളിലേക്ക് ഈസി ആയിട്ട് പോകുന്നതാണ്. 1 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 5 കിലോമീറ്ററോളം ദൂരം വരുന്നുണ്ട്. എടപ്പള്ളി ഭാഗത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ നല്ലൊരു ഏരിയയിൽ മനോഹരമായിട്ടുള്ള വില്ലയുടെ കാഴ്ചയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നുള്ളത്. ഇനി നമുക്കിനി വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ വില്ലയുടെ എൻട്രൻസ് വരുന്നത് മെയിൻ റോഡിലേക്ക് തന്നെയാണ്. 5 മീറ്റർ വൈഡ് റോഡാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിനകത്തേക്ക് വരാം. ഒന്ന് സ്ലൈഡിംഗ് ഗേറ്റും ഒന്ന് ഫോൾഡിംഗ് ഗേറ്റും കൊടുത്തിട്ടുണ്ട്. 2 പില്ലറിലും ലാമ്പ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ കോമ്പൗണ്ടിനകത്ത് തന്നെയുണ്ട്. അതായത് പോർച്ച് സ്പേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു വാഹനം ഈസി ആയിട്ട് കടന്നു വീഴുന്ന രീതിയിൽ സ്പേസ് ഉണ്ട്. മാത്രമല്ല ഇവിടെയായിട്ട് പവർ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇത് വെസ്റ്റ് സൈഡ്, ഇത് നോർത്ത് സൈഡ്. അപ്പോൾ നോർത്ത് വെസ്റ്റ് ഭാഗമായിട്ട് വരും. ധാരാളം സ്പേസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് വരാം, അതായത് സൗത്ത് സൈഡിലേക്ക് വരാം. ഇവിടെയും വലിയൊരു വാഹനം പാർക്ക് ചെയ്യുന്ന സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് ഇവിടെയായിട്ട് ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. ഒറിജിനൽ ഗ്രാസ് ആണ് വന്നുള്ളത്. ഇത് തെക്ക് പടിഞ്ഞാറ് ഭാഗമാണ്, അതായത് സൗത്ത് വെസ്റ്റ് കോർണറാണ്. അവിടെയും ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സെറ്റ് ബാക്ക് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ നല്ല 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ കോമ്പൗണ്ടിനകത്ത് തന്നെയുണ്ട്. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത് ഗ്രാനൈറ്റിൽ തന്നെയാണ്. വീടിൻ്റെ ദർശനം വരുന്നത് നോർത്തിലേക്കാണ്, അതായത് ഡോറിൻ്റെ ദർശനം വരുന്നത് നോർത്തിലേക്കാണ്. സ്റ്റെപ്പ് വെച്ചിരിക്കുന്നതും നോർത്തിലേക്ക് തന്നെയാണ്. വീടിനകത്തേക്ക് വരാം. നമ്മൾ വീടിനകത്തേക്ക് വരുവാണ്. സിംഗിൾ ഡോറാണ് വന്നുള്ളത്. ടീക്കൂട്ടിൽ തീർത്ത് സിംഗിൾ ഡോറ് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ ലിവിങ് സ്പേസിലാണ് നിൽക്കുന്നത്. ഇവിടെ വരുന്നത് സൗത്ത് സൈഡും ഇത് വെസ്റ്റ് സൈഡുമാണ്. സൗത്ത് വെസ്റ്റ് ഭാഗമായിട്ട് വരും. നല്ല ലെങ്ത്തിലാണ് ലിവിങ് സ്പേസ് ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ട് കോർണർ സെറ്റ് ചെയ്താവുന്നതാണ്. ഫാൾ സീലിംഗ് വർക്ക് ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ട് യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. താഴെ ഗ്രീൻ മാറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയാണ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ടിൽ LED ലൈറ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വലിയൊരു TV ഹോൾഡ് ചെയ്യാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഈ ഡൈനിങ്ങിനെയും ലിവിങ്ങിനെയും സെപ്പറേഷൻ ചെയ്യുന്ന ഭാഗമാണ് ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇൻഡോർ പ്ലാന്റ്സിലൊക്കെ വെക്കാനുള്ള സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നേരെ ഡൈനിങ്ങിലേക്ക് വരാം. നല്ല സ്പേഷ്യസ് ആണ് ഡൈനിങ് ഏരിയ. വലിയൊരു ഡൈനിങ് ടേബിൾ ഇട്ടാലും കൺജസ്റ്റഡ് ആവാത്ത രീതിയിൽ നല്ല സ്പേഷ്യസ് ആണ് ഡൈനിങ് സ്പേസ്. മാത്രമല്ല വാഷ് ഏരിയ ഒതുങ്ങി മാറിയാണ് ഇരിക്കുന്നത്. അതും നല്ലൊരു കൗണ്ടർ വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രാനൈറ്റിൻ്റെ മേലെയാണ് കൊടുത്തിട്ടുള്ളത്. LED ലൈറ്റിൽ വരുന്നുണ്ട്. മാത്രമല്ല ഒരു ഫാൻസി ലൈറ്റും മിററും ഒക്കെ വരുന്നുണ്ട്. നല്ല രീതിയിൽ കവേർഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. താഴെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അതിന് LED ലൈറ്റ് കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് നോർത്ത് സൈഡാണ്. 3 പാളി ജനലും കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റെയറിനടിയിലായിട്ടാണ് ഇൻവെർട്ടറിന് സ്പേസ് കൊടുത്തിട്ടുള്ളത്. അതും ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗം വരുന്നത് വെസ്റ്റ് സൈഡാണ്. പെർഗോളാസും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓപ്പൺ കിച്ചണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. അത് ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇവിടെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫാൾ സീലിംഗ് ലൈറ്റുകൾ വരുന്നുണ്ട്. ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയ വരുന്നത് ഒരു ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ അതും ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നേരെ കിച്ചണിലേക്ക് വരാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കിച്ചണിലാണ്. കിച്ചൻ്റെ സ്ഥാനം വരുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഈസ്റ്റിലേക്ക് നമുക്ക് പാചകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫുഡും ഹോപ്പൊക്കെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. നല്ലൊരു 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് L ഷേപ്പിലാണ് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളത്. ഒരു ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെയായിട്ട് നല്ലൊരു സിങ്ക് വരുന്നുണ്ട്. 2 ടാപ്പും വരുന്നുണ്ട്. ഇപ്പോൾ ഈ സിങ്കിൻ്റെ മേലെയായിട്ടാണ് നമ്മുടെ വാഷ് ചെയ്ത പാത്രങ്ങളൊക്കെയുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഭംഗിയായിട്ട് അതിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ധാരാളം പവർ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈസിലേക്ക് തുറക്കാവുന്ന രീതിയിൽ നമ്മുടെ ഡോറ് വന്നിരിക്കുകയാണ് കിച്ചൻ്റെ. നമുക്ക് പുറത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം. കിഴക്കോട്ട് തുറക്കാവുന്ന രീതിയിൽ കിച്ചൻ്റെ ഡോറ് വന്നിരിക്കുകയാണ്. റൈറ്റ് സൈഡിൽ ധാരാളം സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ്റെ പവർ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. വാട്ടർ ലൈൻ വരുന്നുണ്ട്. ഒരു നല്ല രീതിയിൽ ഡ്രസ്സ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വർക്ക് ഏരിയ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് കിണറിന് സ്ഥാനം വന്നുള്ളത്. അപ്പോൾ നല്ല വെള്ളം കിട്ടുന്ന ഏരിയയാണ്. കിച്ചണിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ മോട്ടറിന് സ്വിച്ച് കാര്യങ്ങളെല്ലാം സെറ്റാണ്. ഇനി KW വാട്ടർ കണക്ഷൻ എടുക്കാവുന്നതാണ്. ഫ്രണ്ടിൽ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോകാം.
നമ്മളിപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിലാണ് വന്നുള്ളത്. ഇതിൻ്റെ നീളം വന്നിരിക്കുന്നത് 14.5 അടി നീളവും വന്നിട്ടുണ്ട്, 11.5 അടി വീതിയും വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് കിട്ടിയിട്ടുള്ളത്. ഫാൾ സീലിംഗ് വർക്കും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്, LED ലൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ബെഡ് പൊസിഷൻ വന്നിരിക്കുന്നത് ഈസ്റ്റിലേക്കാണ്. അപ്പം കിഴക്കോട്ട് നമുക്ക് ഹെഡ് പൊസിഷൻ കൊടുക്കാവുന്നതാണ്. AC-യുടെ പവർ പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം വരുന്നത് സൗത്ത് സൈഡും ഈ ഭാഗം വരുന്നത് ഈസ്റ്റ് സൈഡുമാണ്. ഭംഗിയായിട്ട് ഇവിടെ കബോർഡ് കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റിൽ വരുന്നുണ്ട്. അപ്പം നല്ല ക്വാളിറ്റി ഉള്ള കബോർഡ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് ഒന്ന് വരാം. ബാത്റൂം ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്, മിറർ വരുന്നുണ്ട്, ലൈറ്റ് വരുന്നുണ്ട്. ഷവർ ഏരിയ വരുന്ന ഭാഗത്ത് ഒരു വുഡിൻ്റെ ടെക്സ്ചർ ടൈല് കൊടുത്തിട്ടുണ്ട്. ഹിൻഡ് വെയറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്, ഹീറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ ടവൽ ഡ്രാഡും മറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ലെങ്തി ആയിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഫൈബർ ഡോർ തന്നെയാണ് ഇതിനും വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് നേരെ ഇതിൻ്റെ അപ്പർ ലിവിങ് സ്പേസിലേക്ക് പോകാം. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിൽ തന്നെയാണ്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്, സ്റ്റീലിൻ്റെ ഹാൻഡിലാണ് വന്നുള്ളത്. ഈസി ആയിട്ട് മേലേക്ക് കയറാം, ഈസി ആയിട്ട് കയറുവാണ്. സ്റ്റെയർ ഒരുപാട് ഹൈറ്റ് കൊടുത്തല്ല ചെയ്തിട്ടുള്ളത്. ലെപ്പുത്ര ഗ്രാനൈറ്റ് ആണ്, സ്ലിപ്പറി ഇല്ലാത്ത രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് വെസ്റ്റ് സൈഡാണ്. വെസ്റ്റ് സൈഡിൽ പെർഗോളാസ് വരുന്നുണ്ട്. ഇത് ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. ഡൈനിങ് ഏരിയയുടെ മേലെ കാണുന്ന ഭാഗമാണ്. ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അപ്പർ ലിവിങ് സ്പേസിലാണ് വന്നുള്ളത്. ഫാൾ സീലിംഗ് വർക്കും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്, LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു TV യൂണിറ്റിൻ്റെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. പവർ പോയിന്റ് വരുന്നുണ്ട്, സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അതിന് മേലെയും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ സോഫ സെറ്റീസ് ഇടാവുന്നതാണ്. ഇങ്ങനെ ഇതിന് മേലെയും ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്, പവർ പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സോഫ സെറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് TV കാണാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബെഡ്റൂമിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ നീളം വരുന്നത് 12 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇത് ഈസ്റ്റ് സൈഡാണ്. ഓരോ പാളി വീതം ജനൽ കൊടുത്തിട്ടുണ്ട്. ഹെഡ് പൊസിഷൻ നമുക്ക് ഈസ്റ്റിലേക്ക് വെക്കാവുന്ന രീതിയിൽ നല്ല കിങ് സൈസ് ബെഡ് ഇടാവുന്നതാണ്. കിങ് സൈസ് ബെഡ് ഇട്ടാലും സൈഡ് ടേബിൾ ഇടാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബാത്റൂമിലേക്ക് വരാം. ബാത്റൂം കൊടുത്തിരിക്കുന്നതും വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, ഡൈവർട്ടർ, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ്, സിംഗിൾ പീസ് ക്ലോസറ്റ്, എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടവൽ ഡ്രാഡും കൊടുത്തിട്ടുണ്ട്. താഴെ മാറ്റ് ടൈല്, ഭിത്തിയും മാറ്റ് തന്നെയാണ് വന്നുള്ളത്. അപ്പം നല്ല ഭംഗിയുള്ളൊരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ്. വെസ്റ്റ് സൈഡ്, സൗത്ത് സൈഡ്. അപ്പോൾ സൗത്ത് വെസ്റ്റ് ഭാഗമായിട്ട് വരും. ഇതിൻ്റെ നീളം വരുന്നത് 13 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റ് വരുന്നുണ്ട്. 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ അടക്കമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാത്റൂം ഒന്ന് കാണാം. നല്ലൊരു വാഷ് ബേസും വെച്ചിട്ടുണ്ട്, മിറർ വരുന്നുണ്ട്, ഡയവറ്റർ വരുന്നുണ്ട്, റെയിൻ ഷവർ വരുന്നുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്. എക്സോസ്റ്റ് വരുന്നുണ്ട്. ഹീറ്റിൻ്റെ പോയിന്റ് എല്ലാ ബാത്റൂമിലും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ടൈൽ പാറ്റേണും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. താഴെ ഒരു മാറ്റ് ആണെന്നുണ്ടെങ്കിൽ ഭിത്തി ഗ്ലോസിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഒന്ന് പോകാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് യൂട്ടിലിറ്റി ഏരിയ എന്ന് പറയാൻ പറ്റില്ല, ശരിക്കും ഒരു സ്റ്റഡി സ്പേസ് ആണ്. നല്ല ഭംഗിയിലാണ് ഇതും ചെയ്തിട്ടുള്ളത്. ഒരു കമ്പ്യൂട്ടർ സ്പേസ്, അതായത് ടേബിൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റഡി ഏരിയ ആയിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വർക്ക് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ബുക്ക് ഷെൽഫായിട്ട് ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ നമുക്കിവിടെ വാഷിംഗ് മെഷീൻ വെച്ചിട്ട് ഒരു യൂട്ടിലിറ്റി ഏരിയ ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. പിന്നെ ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് പോകുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ നമുക്ക് ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് പോകാവുന്നതാണ്. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് സ്ക്വയർ ട്യൂബിലാണ്. ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. വിശാലമായുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയ ആണ്. അത് ഷീറ്റ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി നമുക്ക് യൂസ്ഫുള്ളാണ്. ഇനി നമുക്കിതിൻ്റെ ബാൽക്കണിയിലേക്കൊന്ന് പോകാം. ഇപ്പോൾ നമ്മളിതിൻ്റെ ബാൽക്കണിയിലാണ് വന്നുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണി കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു 2 ചെയർ ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. മേലെ ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ ടഫഡ് ഗ്ലാസ് ആണ് വരുന്നത്. ഈ ഭാഗത്ത് ഒരു 3 ചെയർ ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ടുള്ള വർക്കുകളെല്ലാം വരുന്നുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. സ്റ്റീലിൻ്റെ ഹാൻഡിൽ വരുന്നുണ്ട്. ടഫഡ് ഗ്ലാസും വരുന്നുണ്ട്. മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ വരുന്ന നല്ലൊരു വില്ല പ്രോജക്റ്റിൽ വരുന്ന മനോഹരമായിട്ടുള്ളൊരു വില്ലയുടെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്.
4 സെൻറ്റ് ഭൂമിയിൽ 1750 സ്ക്വയർ ഫീറ്റിൻ്റെ 3+ സ്റ്റഡിയാണ്. ഇതിന് ചോദിക്കുന്ന വില 82 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിൾ ആണ്. എല്ലാ ബാങ്കിൽ നിന്നും നമുക്ക് ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയൊരു പ്രോജക്റ്റും കൂടിയാണ്. കാരണം കളമശ്ശേരിയായിട്ട് വളരെ അടുത്താണ്, തൃക്കാക്കര മുനിസിപ്പാലിറ്റിയായിട്ടും അടുത്താണ്. നല്ല നല്ല സ്കൂളുകളും നല്ല ആരാധനാലയങ്ങളും ഒക്കെ ഉള്ള നല്ലൊരു ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ മടിക്കാതെ തന്നെ കോൺടാക്ട് ചെയ്തോളൂ. ഇതുപോലുള്ള സിമിലർ ആയിട്ടുള്ള പ്രോജക്റ്റുകൾ ഒരുപാടുണ്ട്. അതിൽ നിന്ന് നിങ്ങളുടെ ബഡ്ജറ്റിന് ഇണങ്ങുന്നതും നിങ്ങളുടെ മനസ്സിന് ഇണങ്ങുന്നതുമായിട്ടുള്ള വീടുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല വീടുകളും നല്ല വില്ലകളും വിൽക്കാനും വാങ്ങാനും ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മടിക്കാതെ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.